അമേരിക്കയുടെ ചാരക്കണ്ണുകളായ രാജ്യത്തെ പ്രസിഡന്റിന്റെയും രാജ്യത്തിന്റെയും ഒക്കെ ജീവനുള്ള കണ്ണും കാതുമൊക്കെയായ നാഷണൽ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഡയറക്ടറായി ഒരു ഹിന്ദു മതവിശ്വാസിയായ തുളസി ഗബാർഡ് എന്ന വനിതയെ ഡൊണാൾഡ് ട്രംപ് നിയോഗിച്ചെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. പക്ഷേ ഈ നിയമനത്തിൽ പലരുടെയും നെറ്റി ചുളിഞ്ഞിരിക്കുന്നു. ഇന്റലിജൻസ് മേഖലയിൽ അതീവ അനുഭവ പരിജ്ഞാനമോ ഈ മേഖലയിൽ വേണ്ടത്ര അനുഭവ സമ്പത്തോ നേരത്തെ ഏതെങ്കിലും ഒരു സർക്കാർ വകുപ്പിന്റെ ചുമതല ഒന്നും വഹിക്കാത്ത തുളസി എങ്ങനെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുടെ പദവിക്ക് അനുയോജ്യയാകുമെന്നാണ് പല പ്രഭുക്കന്മാരും ചോദിക്കുന്നത്. ഒപ്പം പൂർവ്വകാലത്തെ തുളസിയുടെ നിലപാടുകളും ഇവർ ചോദ്യം ചെയ്യുന്നുണ്ട്. സെനറ്റ് അംഗങ്ങൾ ഇതിൽ പ്രധാനികളാണ്. അമേരിക്കൻ വിരുദ്ധത പ്രേരിപ്പിക്കുന്ന ചൈനയ്ക്കും പുടിനും എഡ്വേർഡ് സ്നോഡനും ഒക്കെ പിന്തുണ നൽകി പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിയാണ് തുളസി എന്നാണ് പൂർവ്വകാലത്തെ ചില കഥകൾ പറഞ്ഞുകൊണ്ട് ചില ഡെമോക്രാറ്റുകളടക്കം ആരോപിക്കുന്നത്. അങ്ങനെ ഒരാളാണ് ഇതാ രാജ്യസുരക്ഷയുടെ ഉന്നത പദവിയിലേക്ക് എത്തിയിരിക്കുന്നത്, ട്രംപ് കൊണ്ടുവച്ചിരിക്കുന്നത്. രാജ്യത്തെ 18 ഇന്റലിജൻസ് ഏജൻസികളുടെ ഏകോപനം എന്ന വലിയൊരു ചുമതലയാണ് തുളസിയെ ട്രംപ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആരാണ് ഈ തുളസി ഗബാർഡ്? US ജനപ്രതിനിധി സഭയിലെ മുൻ അംഗമായ തുളസി ട്രംപിന്റെ അടുത്ത അനുയായിയാണ്. ഹവായിൽ നിന്നായിരുന്നു ജനപ്രതിനിധി. അനുഭവ സമ്പത്തുക്കൾ ഉപരി വിശ്വസ്തരെ തന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക, അത് ഇലോൺ മസ്കിന്റെ ആ പ്രവേശനത്തോടെ വ്യക്തമാക്കിയതാണ് ട്രംപ്. ഇതാ വീണ്ടും തുളസി ഗബാർഡിലൂടെ ഒന്നുകൂടി ട്രംപ് വ്യക്തമാക്കുന്നത് തൻ്റെ ഒരു വിശ്വസ്തയാണ് ഇതാ രാജ്യത്തിൻ്റെ കാതും കണ്ണുമാകാൻ പോകുന്നത്. US പാർലമെന്റിലെ ഹിന്ദുമത വിശ്വാസിയായ ആദ്യത്തെ അംഗമാണ് 43-കാരിയായ തുളസി. ഹിന്ദുമത വിശ്വാസിയാണെന്നതും പേരും പലരും ഇവരെ ഇന്ത്യൻ വംശജയെന്ന് തെറ്റിദ്ധരിക്കുന്നതിലേക്ക് നയിച്ചു. അതാണ് പകുതി പേർക്കും നെറ്റിച്ചുളിയാൻ കാരണം. അമേരിക്കക്കാരിയായ തുളസിയുടെ അമ്മ ഹിന്ദുമതത്തിൽ ആകൃഷ്ടയാകുകയും കുടുംബം ഹിന്ദുമതം സ്വീകരിക്കുകയുമായിരുന്നു. പിന്നെ തൻ്റെ മക്കൾക്കെല്ലാം ഇവർ ഹിന്ദു പേരുകളാണ് നൽകിയത്. 2020 ട്രംപിനെതിരെ തുളസി മത്സരരംഗത്തുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പിന്മാറി 2022 ഇവർ ഡെമോക്രാറ്റിക് പാർട്ടി വിടുന്നത്. വരണ്യവർഗത്തിന്റെ പാർട്ടി എന്ന് കുറ്റപ്പെടുത്തി പാർട്ടി വിട്ട ഇവർ പിന്നീട് സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത്. 2024 ഇവർ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നത്. ട്രംപിന്റെ നേതൃത്വം പാർട്ടിയെ മാറ്റിമറിച്ചെന്നും ജനങ്ങളുടെ സമാധാനത്തിന്റെ പാർട്ടിയായി റിപ്പബ്ലിക്കൻ പാർട്ടി മാറിയെന്നുമാണ് തുളസി അന്ന് പറഞ്ഞത്. ആർമി നാഷണൽ ഗാർഡിൽ അംഗമായിരുന്ന തുളസി ഇറാഖിലും കുവൈറ്റിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അത് മതി ട്രംപിന്. യുദ്ധത്തെ എതിർക്കുന്ന യുദ്ധമുഖത്ത് സേവനമനുഷ്ഠിച്ച വ്യക്തി, റിപ്പബ്ലിക്കനായി മാറിയ ഡെമോക്രാറ്റ് തുടങ്ങിയ നിലപാടുകളിലെല്ലാം വിരോധാഭാസമുള്ള വ്യക്തിത്വമാണ് തുളസി ഗബാർഡിൻ്റേത്. ട്രംപിന്റെ ഒന്നാം ഊഴത്തിൽ ട്രംപിന്റെ ഏറ്റവും വലിയ വിമർശകയായിരുന്നു തുളസി ഗബാർഡ്. ഒരു എഴുത്തുകാരി കൂടിയാണ്. ഹിന്ദു മതാചാര പ്രകാരമാണ് തുളസി ഹവാനിലെ സിനിമാറ്റോഗ്രാഫറായ അബ്രഹാം വില്യംസിനെ വിവാഹം ചെയ്തത്. ക്യാമ്പയിൻ പരസ്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടത്. അതൊന്നും തുളസിയുടെ ലക്ഷ്യത്തിന് തടസ്സമായില്ല. ഇനി ട്രംപിന്റെ ഉറ്റ അനുയായി വിശ്വസ്ത എന്ന നിലയിൽ തുളസിയുടെ നിയോഗം രാജ്യത്തെ 18 സുപ്രധാന അന്വേഷണ ഏജൻസികളുടെ ഏകോപനം നിർവഹിക്കുക എന്നാണ്. ലോകശക്തിയായി വീണ്ടും ഒരിക്കൽ കൂടി മാറാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെയും അമേരിക്കയുടെയും കണ്ണും കാതുമായി ജാഗരൂകരായി ഉണർന്നിരിക്കുക എന്നതാണ് തുളസി ഗബാർഡിൻ്റെ അടുത്ത നിയോഗം. എത്രത്തോളം തുളസി തന്നെ നിയോഗിച്ച ആ ഉത്തരവാദിത്തം നിറവേറ്റുമെന്ന് കാത്തിരുന്ന് കാണണം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.